അവിടെ തിരിച്ചു പോകാൻ പറ്റും. അങ്ങനെ ഇത്ര അധികം വാരി പൊത്തി വെച്ചിരിക്കുന്നു. എന്റെ കല്യാണം നമുക്ക് പോകാം. അതിന്റെ ആവശ്യമില്ല. ഹലോ ഗായ്സ്, ഇന്ന് 18 ഡിസംബർ 2025. 21 ഡിസംബർ 2025 എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. സോ നമുക്ക് നമ്മളുടെ വീട്ടിൽ പോകാം. കല്യാണം ഒരു വ്ളോഗായിട്ട് എടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. നമുക്ക് ബ്രൈഡൽ ഷവർ കൊടുക്കാൻ പോവുകയാണ്. സോ നമ്മൾ പോവാം. ഇപ്പോൾ സമയം 5:40. 9 മണിയാകുമ്പം നമുക്ക് ഇറങ്ങണം. സമയം 8 മണിയായി. നമുക്ക് റെഡി ആവാം. സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ വാങ്ങി പൊത്തുക. സബ്സ്ക്രൈബ് ഇല്ലാതെ നിങ്ങൾ പുറത്തോട്ടിരിക്കുന്നു. ചാനൽ കണ്ടാറിടണം. കയ്യിലൊക്കെ ആരും ഇങ്ങോട്ട് പൊത്തുക. ഞാനൊരു ടാൻ പ്രോൺ സ്കിന്നാണ്. പ്രോൺ നമുക്ക് പഠിക്കില്ലേ, അതുപോലെ ടാൻ പ്രോൺ സ്കിൻ. പിന്നെ നമുക്ക് കുറച്ച് മേക്കപ്പ് ആക്കാം. കൺസീലറാണ്. ഇതിട്ട് ബ്ലൂ ഒന്നും എനിക്ക് വരാറില്ല. നമ്മൾ പിങ്കാണ് നമ്മൾ തിരിയുന്നത്. നമുക്ക് കുറച്ച് പിങ്ക് വാരി ഇങ്ങോട്ട് മുത്തരണം. അപ്പം എന്തിനാ പോകുന്നത് ഞാൻ പറഞ്ഞത്. ചാന്ദിനിയുടെ ബ്രൈഡൽ ഷവറിന് പോവാണ്. ചാന്ദിനി എൻ്റെ ഇവിടെ ട്യൂഷന് പഠിച്ചതാണ്. 11th 12th നമ്മൾ ടൈമിലാണ് പഠിച്ചത്. ടൈമൊക്കെ കൊണ്ടുപോകുമല്ലോ, ഇത് അടച്ച് പൊട്ടിയൊന്നും അറിയത്തില്ല. ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഒരു കണ്ണിലൂന്നി നമുക്ക് ഐലൈനർ വരയ്ക്കാം. പറ്റത്തില്ല. ഞാൻ പോയി വരച്ചിട്ട് വരാവേ. കണ്ണെഴുതി തൊട്ടും തൊട്ട് ഞങ്ങളമിട്ട് അറിയണമല്ലോ ഗൈസ്. ഞാൻ എന്ത് ചെയ്തില്ലെങ്കിൽ ലിപ്സ്റ്റിക് കിട്ടില്ലെങ്കിലും ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യും ഗൈസ്. ഐബ്രോ ഡിഫൈൻസ് ഇല്ലാതെ ഒരു നീറ്റ് ലുക്ക് വരും. നീട്ടി കാണുന്നുണ്ടാണ് നീട്ടാണൊക്കെ കുഴപ്പമില്ല. മനസ്സുഖം മസ്കാറ. 9 മണിക്ക് പോകണം. എൻ്റെ ഫ്രണ്ട് വരും എന്നെ പിക്ക് ചെയ്യാൻ. ഇനി ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഇതെൻ്റെ ലൈറ്റ് വെച്ചിട്ടുള്ള ലുക്കാണ്. ഇത് ഓഫ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണ്ടോ വെള്ളായിട്ടിരിക്കുന്നില്ലേ? കുറച്ച് പഠിച്ചു നോക്കട്ടെ. ഇത് എൻ്റെ ഒരു വീഡിയോയിൽ ഒരു പെൺ, ഒരു ചേച്ചി, ഒരു കൊച്ച് ആരും അത് കമൻറ്റ് ചെയ്ത് ഞാൻ പക്ഷമാണെന്ന്. അത് അന്ന് എനിക്ക് 25 സബ്സ്ക്രൈബേഴ്സ് ഉള്ളായിരുന്നു. ആ സമയം 10K ഒക്കെ ആയിട്ട് വന്ന് നെഗറ്റീവ് ഇട്ടാൽ സഹിക്കാം. പക്ഷേ 25 സബ്സ്ക്രൈബേഴ്സ് ഉള്ള എൻ്റെ പേര് നെഗറ്റീവ് അടിച്ച് ഗൈസ്. എന്ത് ചെയ്യാനാ? അവിടെ നിങ്ങൾ പറ്റുന്ന എനിക്ക് 10K സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്നാൽ നെഗറ്റീവ് ആകുന്നതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. ഇതാണ് എൻ്റെ യൂട്യൂബ്. ഞാനിത് ഒരു 5 വർഷം മുന്നേ വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചതാണ്. ബ്രൈഡൽ ഷവറിന് പോവാണ് ഗൈസ്. ഇതാണ് ചാന്ദിനിയുടെ വീട്. ആൾക്കാർ 11 മണിയെന്നല്ലേടി പറഞ്ഞേ? 10 ഇന്ന് നമ്മുടെ ചാന്ദിനിയുടെ കല്യാണമാണ്. ചാന്ദിനിയുടെ ബ്രൈഡൽ ബോധമില്ല, പൊക്കണമില്ല. It was at this moment that she knew she fucked up. It's okay. Super ആയിട്ടുണ്ട്. എടേ നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്.
ഹലോ ഗൈസ്, എന്റെ കല്യാണമാണ്. എല്ലാരും വരണം. എല്ലാരും വരണ്ട. എല്ലാരും വിളിക്കാനുള്ള സദ്യയില്ലോ. ഞാൻ വരത്തില്ല. നിൽക്കുന്നവരെ മാത്രമേ വരാവുള്ളൂ. ഇവളെ നീ ചതിച്ചു ഗൈസ്. ഇവള് വരാന്ന് എനിക്ക് താലം തന്നാൽ മാത്രമേ ഞാൻ വരത്തുള്ളൂ. നിനക്ക് താഴെ കൊണ്ടുവരും. ഇവിടെ CCTV ഉണ്ട്, സ്ത്രീയുണ്ട്, ബ്ലെസ്സിയുണ്ട്, ശാന്തിനി ഉണ്ട്. ക്യാമറ ഷെയർ അതുകൊണ്ട് അവളെ ഫോക്കസ് ചെയ്യാം. പട്ടി നക്കുന്നു. ഹായ്, ഞാൻ വരാത്തേക്ക് നിനക്ക് വിഷമമുണ്ടോ? ഇല്ല. ഇല്ല. അവക്ക് ഇട്ട് കൊടുക്കും. ഗൈസ്, നമ്മൾ തിരിച്ചു പൊക്കോണ്ടിരിക്കുന്നു. എന്ത് വണ്ടി ഓടിക്കുന്നു? ബ്ലസ്സി ഇറങ്ങിപ്പോയി ഗൈസ്. ബ്ലസ്സി ഇവിടെ ഇല്ല. ബ്ലസ്സിയുടെ വേർഡ് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടോ? ബ്ലസ്സി വി മിസ് യു. ഓക്കെ ബൈ ഗൈസ്. ഡിസംബർ 21 ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം 6:30. ഇന്നാണ് കല്യാണം. 10 മണിയാകുമ്പോൾ നമുക്ക് പോകണം. സോ ഞാൻ പോയി ബ്രഷ് பண்ணிட்டு കുളിച്ചിട്ട് റെഡി ആയിട്ട് വരാം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. സോ ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഗൈസ്, ഇന്ന് ചാന്ദിനിയുടെ കല്യാണമാണ്. നമ്മൾ ഇവിടെ ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുകയാണ്. പക്ഷേ ഗിഫ്റ്റ് പൊതിഞ്ഞില്ല. ഗൈസ്, നമ്മൾ ചാന്ദിനിയെ സർപ്രൈസ് ചെയ്യാൻ പോവാണ്. ചാന്ദിനി നമ്മൾ കണ്ട് നമ്മുടെ കല്യാണത്തിന് വരത്തില്ല. ഞാൻ ഡൽഹിയിൽ പോണ്, ഇവക്ക് വരാൻ ആരുമില്ല. ഇവിടെ പിന്നെ എന്തോ ഇല്ലാത്തോണ്ട് വരത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ പോകുന്നു, നമ്മൾ അവളെ സർപ്രൈസ് ചെയ്യുന്നു. ഇനി അവളെ സർപ്രൈസ് ആയില്ലെങ്കിൽ നമ്മൾ തെറ്റി പോകും. ഓക്കെ നമ്മൾ സർപ്രൈസ് ആയിട്ട് നമ്മൾ തന്നെ തിരിച്ചു വരും. നമ്മൾ സർപ്രൈസ് ചെയ്യുന്നതായിരിക്കും അടുത്ത ബിറ്റോ. നീ ഡൽഹി പോയല്ലേടി? നീ എങ്ങനെ ഇന്ന് വന്നേ? നിന്റെ നീ ഡൽഹി പോടി, ഇറങ്ങി പോടി ഡൽഹിയില്. ഗൈസ്, കല്യാണമായ ഇങ്ങനെയൊക്കെയാണ്. തല അനക്കാൻ പറ്റത്തില്ല. നീ എന്തിനാണ് എന്നെ പേടി? നീ വാടിച്ച് വെക്കടി പറ്റി. ടെൻഷൻ ഉണ്ടോ? കെട്ടാൻ പോന്നെ. ഞൊഴഞ്ഞേറ്റ് കളിയാണ് പണ്ട് തൊട്ട്. സീസൺ ഞൊഴഞ്ഞേറ്റ കളി. കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് റിവ്യൂ ഔട്ട് ഓഫ് 5. ചാന്ദിനിയുടെ കല്യാണം ചാന്ദിനിക്ക് ഇപ്പൊ പാലും പുഴ കൊടുക്കുന്ന സീനാണ് നടക്കുന്നത്. ഇവിടെ ബാക്ക് സ്റ്റേജ് സൈഡായി നിൽപ്പുണ്ട്. ചൂട് ചൂട് ചൂട്. ക്ഷീണിച്ചു ഗൈസ്. അതെ, നമ്മൾ പോവാണ്. ബൈ. ഇനി നമ്മൾ ഉറങ്ങുവേ. ഓക്കെ ബൈ. ബൈ.